നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ചോദിച്ചിരുന്നു, മെസ്സിയെ പോലെ ആയിരിക്കുമോ റൊണാൾഡോയുടെ പോർച്ചുഗലിലെ പ്ലേസ് എന്നുള്ളത്. അപ്പോൾ തന്നെ ദിലീപ് അതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. കാരണം അങ്ങനെ ആയിരിക്കില്ല. കാരണം അതിൻ്റെ ഒരു ടീം സെറ്റപ്പ് ഒക്കെ വേറെയാണ്. അതുകൊണ്ട് തന്നെ റൊണാൾഡോയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു കളിയായി വരാൻ സാധ്യതയില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പം ഇന്ന് ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള ചരമുനയിൽ നിൽക്കുകയാണ് റൊണാൾഡോയെ എന്തുകൊണ്ട് കോച്ച് മാർട്ടിനസ് കളിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച. മാത്രമല്ല, അദ്ദേഹത്തിന് ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കി നിർത്തി കളി തുടരണം എന്നുള്ള രീതിയിലേക്ക് ചർച്ച വരികയാണ്. അപ്പോൾ അതൊരു നമുക്കതൊരു ഇമോഷണലായിട്ട് ക്രൂരമായി തോന്നാമെങ്കിലും കളിയുടെ ഒരു ഘടന വെച്ച് നോക്കുമ്പം ദിലീപിന് എന്താ തോന്നുന്നു? ഒരു റൊണാൾഡോ മോശമായിട്ട് കളിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ ടീമിൽ ആരാ നന്നായി കളിച്ചത്? ഇപ്പൊ ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പൊ ഇംഗ്ലണ്ടിലത്തെ പ്ലെയർ ഓഫ് ദ ഇയർ, ഫുട്ബോളേഴ്സ് പ്ലെയർ ഓഫ് ദ ഇയർ ആണ്. ബ്രൂണോ ഫെർണാണ്ടസ് ഇന്നലെ എന്താ ചെയ്ത്? ഒന്നും ചെയ്തില്ല. ബെർണാർഡോ സിൽവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആദ്യത്തെ പകുതി അത്രയും മോശമായിരുന്നു. ഒരുവിധം ആരും നന്നായി കളിച്ചിട്ടില്ല എന്നല്ല. ഫുൾ ബാക്സ് അവർ സാധാരണ കളിക്കണ പോലെ കളിച്ചില്ല. ന്യൂനോ മെൻഡസിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. മറ്റേ വശത്ത് ജാവോ ക്യാൻസലോ ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതല്ലാതെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ടീം പൊതുവെ മോശമായിരുന്നു. റൊണാൾഡോന് സർവീസും വലുതായിട്ട് കിട്ടിയില്ല. കിട്ടിയ ചാൻസ് മിസ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ പൊതുവെ ഒരു ടെറിബിൾ ടീം പെർഫോമൻസ് ആയിരുന്നു. അതിൽ ഒരാളെ മാത്രം വിരല് ചൂണ്ടുന്നത് ശരിയല്ല. എന്നാലും റൊണാൾഡോയിലേക്ക് കേന്ദ്രീകൃതമായ ഒരു കളി എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ട്. അത് നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ കോങ്കോന്റെ കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് തീരെ കുറെ പേര് അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കോങ്കോന്റെ ഒന്നും കളി കാണുന്നില്ല. പക്ഷെ അവര് വളരെ ടഫായിട്ടുള്ള ഒരു പാതയിൽ കൂടി വന്ന ടീമാണ്. ഫിസിക്കലി വളരെ ടഫായിട്ടുള്ള ടീമാണ്. എല്ലാ ടീമിനും അവർക്കെതിരെ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ വെച്ചാൽ അവർ ഡിഫെൻഡ് ചെയ്യാൻ ഒരു ടീം മാത്രമല്ല, അവർ കൗണ്ടർ ചെയ്യാൻ നല്ലൊരു ടീമാണ്. അങ്ങനെയാണ് ഗോൾ അടിച്ചതും. അപ്പൊ പോർച്ചുഗലിന് ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഈ യോൻ വിസയും ബക്കുമ്പോ ഉള്ളത് കാരണം മുഴുവനായിട്ട് ഫുൾ ബാക്സിന് കമ്മിറ്റ് ചെയ്യാനും കുറച്ച് പേടി. എങ്ങാനും ഇവര് ലോങ് ബോൾ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നുള്ള ആ ഒരു പേടി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതില് പിന്നെ ഈ യോൻ വിസ വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ശ്രദ്ധേയമായിട്ട് ഇപ്പം ഗോളടിക്കുമോ അടിക്കലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കളിയായിരുന്നു. അത് സാധാരണ ലെയ്മനെ സംബന്ധിച്ച് പോലും ഒരു ഗോളടിക്കാൻ സാധ്യതയുള്ള കളിക്കാരെന്നുള്ളത് തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെന്താണ് വിസയുടെ ഒരു പ്രസക്തി? വിസ ശരിക്കും ഒരു വളരെ മികച്ച സീസൺ കഴിഞ്ഞിട്ട് ന്യൂ കാസിൽ എത്തിയത്. ബ്രെൻഫോർഡിന് വേണ്ടി 19 ഗോളൊക്കെ അടിച്ചു. പക്ഷെ ന്യൂ കാസില് ആ സീസൺ വൻ പരാജയമായിരുന്നു. 500 മിനിറ്റിൽ ഒരു ലീഗ് ഗോളൊക്കെ അടിച്ചത്. അപ്പൊ തീരെ അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല. അവിടുത്തെ ശൈലി, അവിടെ കളിക്കുന്ന ശൈലി സൂട്ട് ചെയ്തിട്ടില്ല. പക്ഷെ വളരെ മൊബൈൽ ആയിട്ടുള്ള ഒരു കളിക്കാരൻ. ഇന്നലെ പോർച്ചുഗലിന് ഇല്ലാത്തത് അതായിരുന്നു. ഇപ്പൊ റൊണാൾഡോന് ഓടാൻ വയ്യ. ഇപ്പൊ വിസ ആണെങ്കിൽ 90-ാം മിനിറ്റിൽ വരെ ഡിഫൻഡറെ അടുത്തുനിന്ന് ബോൾ തട്ടിയെടുത്ത് അങ്ങോട്ട് ഓടുകയാണ്. അപ്പൊ അത് ഭയങ്കര മൊബിലിറ്റിയാണ്. പിന്നെ സ്കിൽസും ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു മനുഷ്യന് നല്ലൊരു ഹെഡിങ് പവറും ഉള്ളൊരു കളിക്കാരൻ. ഇന്നലത്തെ തമാശ എന്തായിരുന്നു വെച്ചാൽ 2 ഗോളും ഹെഡറിന്ന് ഫീൽഡിലുള്ള ഏറ്റവും ചെറിയ 2 ആൾക്കാരാണ് ഗോൾ അടിച്ചിട്ടുള്ളത്. പക്ഷെ കോങ്കോന് എപ്പോഴും ആ ഒരു ത്രെറ്റ് ഉണ്ടായിരുന്നു. അത് മറ്റേ വിങ് ബാക്സും ഒക്കെ നന്നായി കളിച്ചു. ഇനിയിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗലിന് വലിയ ഒരു ഫൈറ്റ് വരാൻ പോവുക. ശരിക്കും പറഞ്ഞാൽ അതിൽ കൊളംബിയയോടും ഉസ്ബെക്കിസ്ഥാനോടും. അതെ, ഉസ്ബെക്കിസ്ഥാൻ്റെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും കൊളംബിയ നന്നായിട്ട് ഇന്നലെ കളിച്ചതുകൊണ്ട് എന്തായിരിക്കും ഇനിയിപ്പം പോർച്ചുഗലിന്റെ എനിക്ക് അങ്ങനെ ഒരു പരാജയപ്പെട്ട ടീമായിട്ട് കണക്കാക്കേണ്ടതില്ല പോർച്ചുഗലിനെ പറ്റി ഇത്തവണ ഞാൻ പറഞ്ഞില്ല. എന്താ വെച്ചാൽ യൂറോന്റെ സമയത്ത് നമ്മൾ സ്റ്റക്ക് റെക്കോർഡ് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ കോച്ചിൽ ഒരു വിശ്വാസമില്ല. റോബർട്ടോ മാർട്ടിനസ് ഒരു കാലത്തും ഞാനൊരു ടോപ്പ് കോച്ചായിട്ട് കണ്ടിട്ടില്ല. ടോപ്പ് കോച്ചായിരുന്നെങ്കിൽ ബെൽജിയമിന്റെ കൂടെ എന്തെങ്കിലും ജയിക്കുകയായിരുന്നു. ആ സ്വർണ്ണ തലമുറയുടെ കൂടെ ഒന്നും ജയിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു ലോകകപ്പ് സെമിഫൈനലില് പൂച്ചക്കുട്ടികളെ പോലെ കളിച്ചു തോറ്റു ഫ്രാൻസിനോട്. അപ്പൊ എനിക്ക് ഒരു വിശ്വാസമില്ലാത്തൊരു മാനേജറാണ്. പക്ഷെ ഈ കളിക്കാരെ വെച്ചിട്ട് ടാക്ടിക്സ് ഒന്ന് കുറച്ച് മാറ്റിയാൽ, ഇപ്പൊ നമ്മൾ സ്പെയിനിന്റെ കാര്യം പറഞ്ഞു, ഫ്രാൻസിന്റെ കാര്യം പറഞ്ഞു, ഈ സ്ലോ ബിൽഡപ്പ് പ്ലേ ഈ ഡീപ്പായി ഡിഫെൻഡ് ചെയ്യുന്ന ടീംസിന്റെ അടുത്ത് നടക്കില്ല. അല്ലെങ്കിൽ അത്രയും ഒരു മാജിക് ഡ്രിബിളോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഗോൾ അടിക്കാൻ പറ്റണം. അത് പലപ്പോഴും പറ്റി. ഫ്രാൻസ് പക്ഷെ 2-ാം പകുതിയിൽ ഫാസ്റ്റ് ആക്കി കളി.
നല്ല വ്യത്യാസം വന്നു ടെമ്പോയിൽ. ഇന്നലെ മുഴുവൻ 90 മിനിറ്റ് മുഴുവൻ പോർച്ചുഗൽ എന്നുള്ള ഒരു ഇതിലായിരുന്നു. ഒരിക്കലും ആരുടെ ഭാഗത്തുനിന്ന് മിഡ്ഫീൽഡിൽ നിന്ന് റണ്ണേഴ്സ് ഇല്ല, ഫുൾ ബാക്സ് ഓവർലോഡ് ചെയ്യണില്ല, ഒന്നും. ഒരു എന്താ പറയുക, ഒരു അറ്റാക്കിങ് ഇതിൽ കാണാൻ ഒരൊറ്റ ഷോട്ടായിരുന്നു ഓൺ ടാർഗറ്റ്. സ്പെയിനിനൊക്കെ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും അവർക്ക് 7 ഷോട്ട് ഓൺ ടാർഗറ്റ് 27 ഷോട്ട് ഉണ്ടായിരുന്നു. സിംഗിൾ സ്ട്രൈക്കറായി കളിച്ച റൊണാൾഡോന് 5 ടച്ചാണ് മറ്റേ ബോക്സിൽ 90 മിനിറ്റിൽ. അപ്പൊ അത്രയും, അത് റൊണാൾഡോന്റെ മാത്രം കുറ്റമല്ല, സർവീസ് അത്രയും മോശമായിരുന്നു. അപ്പൊ സ്പീഡ് കൂട്ടാതെ ഈ ലോ ബ്ലോക്ക്, ഉസ്ബെക്കിസ്ഥാൻ ഉറപ്പായിട്ടും ലോ ബ്ലോക്കാ കളിക്കുക പോർച്ചുഗലിനെതിരെ. കൊളംബിയ ആണെങ്കിൽ വളരെ കോങ്കോന്റെ ഒരു ലെവല് മേധയാണ് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സൈഡായിട്ട്. അവരുടെ മൂന്നാമത്തെ ഗോളൊക്കെ ക്ലാസ് ആയിരുന്നു ശരിക്കും. ഫെർണാണ്ടസിന്റെ ക്രോസും ഹെഡറും അവസാന മിനിറ്റില്. അപ്പൊ അവര് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിക്കും പോർച്ചുഗലിന് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ. ഇന്നലെ വലിയൊരു അത്ഭുതം എന്നല്ല, എന്നാലും ലോക ഫുട്ബോൾ പ്രേമികളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു ടീമാണ് ഇംഗ്ലണ്ട്. ക്രൊയേഷ്യയെ പറ്റി ദിലീപ് ഇപ്പം പറയുന്നുണ്ട്, ഇപ്പം പഴയ ടീമല്ല, കുറച്ചൊരു ഏജ്ഡ് ആണ്, സ്ലോ ആയിട്ടുള്ള ടീമാണ്. എന്നാൽ പോലും ക്രൊയേഷ്യ ഇന്നലെ തിരക്കടില്ലാണ്ട് കളിച്ചു, ഒരു പകുതി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പം ഹാരി കെയ്നിന്റെ പെർഫോമൻസ് ആയാലും ഇങ്ങനെ അതിൽ എനിക്ക് ആദ്യം ഒരു സംശയം ചോദിക്കാനുള്ളത്, ഒരുപാട് മീഡിയ ഡിസ്കഷനിലൊക്കെ വരുന്നുണ്ട്. ഇന്നലത്തെ ആ പെനാൽറ്റി റീടേക്കൻ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിൽ ആൾക്കാർ ചോദിക്കുന്നത് വെച്ചാൽ എന്താണ് ഇതിനകത്ത് വാറിന്റെ കോൺട്രിബ്യൂഷൻ, എങ്ങനെയാണ് ആ സാധനം വന്നത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ റൂള് വളരെ വ്യക്തമാണ്. പെനൽറ്റി ടേക്കർ ബോൾ തട്ടണതിന് മുമ്പ് കീപ്പർ ലൈനിൽ നിന്ന് മാറരുത്, ഒരു കാലെങ്കിലും ലൈനിൽ ഉണ്ടാവണം. അപ്പൊ ലിവാക്കോവിച്ചിന്റെ 2 കാലും ലൈൻ വിട്ട്. പക്ഷെ അതിൽ എനിക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ കിക്ക് എടുക്കണ ആള് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അതൊരു കണ്ടിന്യൂസ് ഇതല്ല. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോ കീപ്പറുടെ ഇൻസ്റ്റിങ്ക്റ്റ് മാറാനാണ്. അപ്പൊ അത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫൗളാണ്. ഈ പെനൽറ്റിയുടെ ഇടയ്ക്ക് കിക്കർ പോസ് ചെയ്യേണ്ടത് അതും ബാൻ ചെയ്യണം. ഇത് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ, ഇത് നിർത്തണം ഉള്ള കാര്യം ശരിയാണ്. കീപ്പർ നേരത്തെ ഡൈവ് ചെയ്യാൻ പാടില്ല. അതെ, ആദ്യത്തെ കിക്കിന് കെയ്ൻ പോസ് ചെയ്തു, അതും അനുവദിക്കാൻ പാടില്ല നിങ്ങൾ. അത് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. റൂള് ശരിയാണ്, പക്ഷെ ഈ കിക്കർക്ക് ഈ പോസ് അനുവദിക്കാൻ പാടില്ല. പിന്നെ ഇന്നലത്തെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഹാരി കെയ്നെ ഗാരി ലിനെക്കറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടല്ലോ. അതിലൊരു ക്ലാസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ലിനിക്കറുടെ പീക്ക് ഇത് കണ്ടിട്ടുണ്ട് എവർട്ടണിന് വേണ്ടി കളിക്കുമ്പോൾ. എവർട്ടൺ ലിവർപൂൾ ആയിരുന്നു അപ്പൊ ഏറ്റവും മികച്ച 2 ടീംസ്. ലിനിക്കറിന്റെ എത്രയോ നല്ല ഓൾറൗണ്ട് കളിക്കാരനാണ്. ഫിനിഷിങ് ഏകദേശം ഒരേ ലെവലിലാണെങ്കിലും കെയ്നുള്ള ഏറ്റവും വലിയ കഴിവ് കെയ്ന് ഡീപ്പായിട്ട് വന്നിട്ട് മിഡ്ഫീൽഡായിട്ട് ലിങ്ക് അപ്പ് ചെയ്യാൻ പറ്റും, വേറെ കളിക്കാർക്ക് ത്രൂ ബോൾ കൊടുക്കാൻ പറ്റും, കുറെ അസിസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു കളിക്കാരനാണ്. അപ്പൊ ശരിക്കും ഒരു മികച്ച ഓൾറൗണ്ട് സ്ട്രൈക്കറാണ് ഹാരി കെയ്ൻ. അത് ഒരു ഗോൾ സ്കോറർ മാത്രമായിട്ടല്ല, ഒരു ഗോൾ സ്കോറർ എന്നുള്ള രീതിയിലും ആരുടെ റെക്കോർഡുമായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റും. വെയിൻ റൂണി, മൈക്കിൾ ഓവൻ, ഷിയറർ, ഗാരി ലിനിക്കർ ഇവരുടെ ഒക്കെ ലെവലിലാണ്. പക്ഷെ അത് കൂടാതെ അവരുടെ ഒന്നും ഒരു ബെറ്റർ ഓൾറൗണ്ട് ഫുട്ബോളറും കൂടിയാണ്. ഇന്നലത്തെ കളിയിൽ ശരിക്കും ഒരു നമ്മൾ ഈ ഇപ്പം പോർച്ചുഗലിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്പെയിനിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു രീതിയിലേക്ക് കളി വന്നിട്ടില്ലല്ലോ. പക്ഷെ ഇംഗ്ലണ്ടിൻ്റെത് ദിലീപ് പ്രതീക്ഷേനെക്കാട്ടും ഒരുപടി മുന്നിലാണോ? അറ്റാക്കിംഗ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർ വളരെ നന്നായി കളിച്ചു. ഡിഫൻസിന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ടീമിന് ഒരു വളരെ ശക്തമായ ടീമിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് ഇന്നലെ ക്രൊയേഷ്യ അത് കാണിക്കുകയും ചെയ്തു. ആദ്യ പകുതിയിൽ 2 ഗോൾ അടിച്ചിട്ട്. അത് പലപ്പോഴും വൈഡ് പൊസിഷൻസ്, ഫുൾ ബാക്ക് പൊസിഷൻസിലാണ് അവർക്ക് ഇംഗ്ലണ്ടിന് ശരിക്കും കവർ ഇല്ലാത്തത്. അവിടെ ശരിക്കും വളരെ ഓപ്പൺ ആയിരുന്നു പലപ്പോഴും. അതൊരു നല്ല ടീമിനെതിരെ കളിക്കുമ്പോൾ, ഇപ്പൊ ഒരു ബ്രസീലിനെതിരെ ആണെങ്കിലും കൂടി ഒരു വിനീഷ്യസ് ഒക്കെ ഈ ഫുൾ ബാക്സിനെ ഡിസ്ട്രോയ് ചെയ്യും ശരിക്കും. അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ അറ്റാക്കിംഗ് ടീമായിട്ട് ഇംഗ്ലണ്ട് വളരെ മികച്ച ടീം. അതെന്താ വെച്ചാൽ മിഡ്ഫീൽഡിലെ വളരെ സോളിഡ് ബേസ് ഉണ്ട്. പിന്നെ ഇന്നലെ ജൂഡ് ബെല്ലിംഗം പഴയ ബെല്ലിംഗമിനെ പോലെ കളിച്ചു. ആ മിഡ്ഫീൽഡിൽ നിന്ന് റൺസ്, അങ്ങനെയാണ് ആ ഗോൾ, മൂന്നാമത്തെ ഗോള് വരുന്നത്. വളരെ അഗ്രസീവ് ആയിരുന്നു, ടാക്കിൾ ചെയ്തു, ഡിഫെൻഡ് ചെയ്യാൻ ബോക്സിലുണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്തു. അപ്പൊ ശരിക്കും ആ
മിഡ്ഫീൽഡ് മികവും കാണിച്ചു. പിന്നെ ഫോർവേഡ് ലൈനിൽ കെയ്ൻ ഉണ്ട്, റാഷ്ഫോർഡ് ഒരു ഉഗ്രം ഗോൾ അടിച്ചു, സാക്ക വന്നപ്പോ അസിസ്റ്റ് കൊടുത്തു. അപ്പൊ ആ 2 ഡിപ്പാർട്ട്മെന്റിലും അവർ സെറ്റാണ് ശരിക്കും. ഈ ഇംഗ്ലീഷ് മീഡിയയെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളെന്നുള്ള ദിലീപിനോട് ചോദിക്കുകയാണ്. കാരണം ഈ മെനയാന്ന് വരെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ചും ഗാർഡിയൻ തൊട്ട് എല്ലാ BBC എല്ലാ ചെറിയ മീഡിയ പോലും ഒരു ആന്റി ഇംഗ്ലീഷ് മൂഡായിരുന്നു. കാരണം അതിൽ ബെല്ലിംഗാമിനെതിരായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇന്നലെ സംസാരിച്ചു, അതിനകത്തൊരു റേഷ്യൽ ഇതുണ്ടെന്നൊക്കെ. പക്ഷെ ഇന്നിപ്പോ ഏതാണ്ട് ലോകകപ്പ് ജയിച്ചു കഴിഞ്ഞ പോലെയാണ്. കോച്ചിന്റെ സ്വഭാവമാണ്. തോമസ് ടൂക്കൽ എല്ലാ കാലത്തും ആൾക്കാരെ കുറച്ച് വെറുപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. എന്താ വെച്ചാൽ അത് വളരെ എന്താ പറയാ, ഒരു ഇൻഡിവിജ്വലിസ്റ്റ് ഒരു മനുഷ്യനാണ്. താൻ ഒരു കാലത്ത് DJ ഒക്കെ ആയിരുന്നു കളി നിർത്തിയ സമയത്ത്. പിന്നെ ഡോട്ട്മണ്ടിൽ വന്നപ്പോ എല്ലാ സമയത്തും കളിക്കാരും ഫാൻ ബേസും ഒക്കെ ആയിട്ട് തെറ്റും. എന്താ വെച്ചാൽ അവർക്ക് ക്ലോപ്പിനോട് ക്ലോപ്പ് അവിടെ ഒരു ദൈവമായിരുന്നു. ഡോട്ട്മണ്ട് വിട്ടപ്പോ 2 തവണ ടൈറ്റിലൊക്കെ നേടി. അപ്പൊ കളിക്കാരായാലും ഫാൻസ് ആയാലും ക്ലോപ്പ് ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, ക്ലോപ്പ് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നതാണെങ്കിൽ ഇത്രയും ഈഗോ ഉള്ള മനുഷ്യന് ദേഷ്യം വരും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കുറെ മാറ്റങ്ങൾ അവിടെ വരുത്തി. ക്ലോപ്പ് ചെയ്തതൊക്കെ മാറ്റാൻ നോക്കി, അതങ്ങനെ സക്സസ് ആയതുമില്ല. ഇവിടെ ഇംഗ്ലണ്ടിൽ വന്നപ്പോഴ് ചെൽസിയുടെ ഉടമകളായിട്ട്, അത് പിന്നെ ആരായാലും തെറ്റും, ഒരു മാനേജർക്ക് അവിടെ പണിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ വളരെ PSG പോയിട്ട് അവിടെയും തെറ്റി കളിക്കാരായിട്ട്, മെസ്സിയൊക്കെ ഉള്ള സമയം. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ തുക്കലിനുള്ള വലിയൊരു ഗുണം എന്താ വെച്ചാൽ തന്റെ വഴിക്കേ കളിക്കുള്ളൂ. ആരെന്ത് പറഞ്ഞാലും ഇപ്പൊ മീഡിയ 50 പേപ്പർ ഉണ്ടാവും, 40 ചാനൽ ഉണ്ടാവും, അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും കേൾക്കാൻ പോണില്ല. ഇപ്പൊ ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ് ഇല്ല സ്ക്വാഡിൽ, ഫോർഡൻ ഇല്ല, പാമർ ഇല്ല, ഇതൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് ഈ കളിക്കാരെയാണ് വിശ്വാസം. ഞാൻ വേണമെങ്കിൽ 4 സെന്റർ ബാക്സിനെ കളിപ്പിക്കും ഡിഫൻസിൽ. എന്റെ തീരുമാനം അതാണ്, ഞാൻ അതനുസരിച്ചിട്ടേ കളിക്കുള്ളൂ. ഈ മോഡ്രിക് ആൻഡ് കമ്പനി, ഇപ്പം നമ്മുടെ ക്രൊയേഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫെയ്ഡിങ് സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും അത്. ഇനി എന്തെങ്കിലും ഈ കളിയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാൻ സാധ്യത? അവർക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ഇപ്പൊ ഗാന വളരെ ഫിസിക്കൽ ടീമാണ്, അവര് നല്ലൊരു ടീമാണെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ പാനമയൊക്കെ ശരിക്കും അവർ ഔട്ട് പ്ലേ ചെയ്തു. ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു ബ്രേക്ക് അവേ ഗോളിലാണ് ഗാന ജയിക്കേണ്ടത്. പക്ഷെ അങ്ങനത്തെ ഒരു ടീമിനെതിരെ ഈ ക്രൊയേഷ്യ ടീമിന് 90 മിനിറ്റ് കളിച്ച് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ കീ പൊസിഷനിൽ പലർക്കും പ്രായമായി, എല്ലാവരും പ്രായമായിരുന്നല്ല പറഞ്ഞു. ഇപ്പൊ ഇന്നലെ ബാറ്റുറീന ഗോൾ അടിച്ച് 23 വയസ്സുകാരൻ കോമോല് നിക്കോ പാസിന്റെ ഒക്കെ കൂടെ കളിച്ച് ശ്രദ്ധയിൽ വന്നൊരു കളിക്കാരനാണ്. അപ്പൊ ഇവർക്കൊക്കെ നല്ല ഫ്യൂച്ചർ ഉണ്ട്. പക്ഷെ ഇപ്പൊ ആ ടീമിന്റെ ബാലൻസ് കുറച്ച് പ്രായമായിട്ട് ആ ഭാഗത്തേക്കാണ്. അപ്പൊ അവർക്ക് ഇനിയിപ്പോ അടുത്തൊരു ടൂർണമെന്റ് വരുമ്പോഴേക്കും ചിലപ്പോൾ കുറേ കൂടി പുതിയ കളിക്കാർ വരുമായിരിക്കും. പക്ഷെ ഈ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഈ ഖാന പനമ കളി പറയുന്ന സമയത്തെ അതിനകത്ത് ശരിക്കും കാണുന്ന ഇപ്പൊ ഒരു ഫുട്ബോൾ എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാരൊക്കെ വിചാരിക്കുക പാനമയ്ക്ക് ഒരു വിജയം വേണമെന്ന. കാരണം അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എന്നാൽ പോലും. പക്ഷെ ഈ ഖാന ഇതിനകത്തൊരു വലിയൊരു പെർഫോമൻസാണ് കാണിച്ചിട്ടുള്ളത് അവസാന നിമിഷമുള്ള ഡിഫെൻസീവായിട്ട്. പിന്നെ അവരുടെ ഈ ഫിസിക്കൽ ടീംസിനുള്ള ഗുണം അതാണ്. ഇപ്പൊ നമ്മള് കോങ്കോന്റെ ബിസ്സയുടെ കാര്യം പറഞ്ഞു, 90-ാം മിനിറ്റിലും 100 മൈൽ സ്പീഡിലാണ് ഓടേണ്ടത്. അതേപോലെ ഗാനയുടെ ബ്രേക്ക് വേ എന്ത് സ്പീഡിലാണ് അവർ പോയിട്ട് എന്നിട്ട് ഗോൾ അടിച്ചിട്ടുള്ളത് സെൻട്രൽ മിഡ്ഫീൽഡറാണ് യെറംകി. അവിടെ ഡെൻമാർക്കിൽ കളിക്കണ അടുത്ത മൈക്കിൾ എസ്സിയൻ എന്നൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. അപ്പോൾ ഇതൊരു ഗ്രേറ്റ് ഗാന ടീമൊന്നുമല്ല, പക്ഷെ കുറെ നല്ല ചെറുപ്പക്കാരുണ്ട്. പിന്നെ അവർ വളരെ ഫിസിക്കലാണ്. ഇപ്പൊ 90 മിനിറ്റ് അവർക്ക് കളിക്കാൻ പറ്റും. അത് ഈ ചൂടുള്ള രാജ്യങ്ങളിൽ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് അതൊരു ഫാക്ടർ ആവും. അത് ഇന്നലെ പനമന്നെയാണ് നന്നായി കളിച്ചത്, അതിലൊരു സംശയമില്ല. പൊസിഷനും അവർക്ക് 60% ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ചാൻസ് മതി. ഇപ്പൊ ഗാന ആയാലും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആയാലും അവർക്ക് ആ ചാൻസ് എടുക്കാനുള്ള കളിക്കാരുണ്ട്. കൊളംബിയയുടെ കളി, കൊളംബിയയുടെ ഇതിനകത്ത് ദിലീപ് പറയുന്നുണ്ടായിരുന്നു ഉസ്ബെക്കിസ്ഥാനാണ് കറക്റ്റ് പ്ലാൻ ഉള്ളത്. പക്ഷേ കൊളംബിയ ജയിക്കുകയും നല്ല ഡോമിനന്റ് ആയിട്ട് തന്നെ ജയിക്കുകയും ചെയ്തു. കാരണം ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോലും അത് കൊളംബിയ ഇതിലൊരു സ്ട്രോങ് ഫോഴ്സ് ആയിട്ട് ഇതിനകത്ത് ഗ്രൂപ്പിൽ തന്നെ വരാനുള്ള സാധ്യതയില്ലേ? ഇനിയിപ്പോ അവര് ഗ്രൂപ്പിൽ നിന്ന് മുന്നേറുന്ന ഏകദേശം ഉറപ്പാണ്. പോർച്ചുഗലിനെയും കോങ്കോനും ഇനി കളിക്കാനുള്ളത്. അപ്പൊ അത് രണ്ടും ടഫ് മാച്ച് തന്നെ ആയിരിക്കും. പക്ഷെ കൊളംബിയക്ക് ഏറ്റവും വലിയ ഗുണമുള്ളത് എന്താ വെച്ചാൽ അവര്
ഡിഫെൻസീവ്ലി കുറച്ച് ഓപ്പൺ ആണ് ബാക്കി സൗത്ത് അമേരിക്കൻ ടീംസിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അറ്റാക്കിൽ അവർക്ക് കുറേം കൂടി ത്രെറ്റ് ഉണ്ട്. ഇപ്പൊ ഇന്നലെ ആദ്യത്തെ ഗോളിന്റെ ആ ഫിനിഷ്, ഇപ്പൊ ഏതൊരു റൊണാൾഡോ ആയാലും മെസ്സി ആയാലും അവര് പ്രൗഡായിരിക്കും ആ ഗോൾ അടിക്കാൻ. അത് അടിച്ചിട്ടുള്ള ഫുൾ ബാക്ക് ഡാനിയൽ മ്യൂണോസ് ക്രിസ്റ്റൽ പാലസിന്റെ ഫുൾ ബാക്ക് ആണ്. അത് ഗോള് സെറ്റപ്പ് ചെയ്ത് ഡിയാസ് ആണെങ്കിലും അത് മിക്ക ഫോർവേഡ്സിന് പോലും അത് അങ്ങനെ കൺട്രോൾ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പല പൊസിഷൻസിനും അവർക്ക് ആ ത്രെറ്റ് ഉണ്ട്. മറ്റേ ആമിസ് റോഡ്രിഗസ് പണ്ടത്തെ കളിക്കാരനല്ലെങ്കിലും ഇപ്പോഴും ആ ത്രൂ പാസ് കൊടുക്കാനുള്ള കഴിവുണ്ട്. ഡിയാസിന്റെ കഴിവ് പിന്നെ നമ്മൾ ഇന്നലെ കണ്ടു. ഒരു പോസ്റ്റ് തട്ടി ഒരു ഗോൾ അടിച്ചു, ഒരു ഗോൾ സെറ്റപ്പ് ചെയ്തു. അപ്പൊ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമാണ് കൊളംബിയ. ഈ ലൂയിസ് ഡിയാസിനെ പറ്റി പറയുമ്പോഴേ നമ്മളിപ്പം എപ്പോഴും ദിലീപ് പറയുന്നുണ്ടല്ലോ ഫ്യൂച്ചർ പ്ലെയർ ഒരു വേൾഡ് കപ്പ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊളംബിയയുടെ ഒരു ഫ്യൂച്ചർ പ്ലെയർ ആയിട്ട് ഡിയാസിനെ ഫ്യൂച്ചർ പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല. പ്രായം ഏകദേശം 30 ആയല്ലോ. പക്ഷെ ഒരു ലോകകപ്പ് ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനിൽ ഡീപ്പായി പോണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആകെയുള്ള വാക്ക് വാറിയർ എന്നാണ്. അങ്ങനത്തെ ഒരു കളിക്കാരൻ വേണം. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാത്തൊരു കളിക്കാരൻ. അത് 90 മിനിറ്റും ഡിയാസ് എന്ത് ഫോമിലാണെങ്കിലും ആ പരിശ്രമിക്കുന്നതിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതിപ്പോ 10 മാച്ചായിട്ട് ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും അതേപോലെ ഓടും, അതേപോലെ ബോളിന്റെ പിന്നാലെ പ്രസ് ചെയ്യാൻ പോവും, ടാക്കിൾ ചെയ്യാൻ പോവും. അങ്ങനത്തെ ഒരു കളിക്കാരൻ. അപ്പൊ അങ്ങനത്തെ ഒരു കളിക്കാരൻ ഉണ്ടെങ്കിൽ ഒരു ടീമിന് എപ്പോഴും ബാക്കി കളിക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. ഇന്ന് രാത്രി മുതൽ ഇപ്പം വീണ്ടും ഒരു തനിയാവർത്തനം നടക്കാൻ പോവാണ്. പക്ഷെ അതിനകത്ത് ആൾക്കാർ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച ടീമാണെങ്കിലും മെക്സിക്കോ എത്രമാത്രം മുന്നോട്ട് പോകും, അങ്ങനെയൊക്കെ. അതിനകത്ത് ഖത്തറുണ്ട് ഇനി വരാൻ പോകുന്നതിനകത്ത്, അതുപോലെ ബോസ്നിയ വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഇനി വരാൻ പോകുന്ന കളികളിൽ നമ്മളിപ്പം പറഞ്ഞ കളികൾ അവരുടെ സാധ്യതകളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എന്നാൽ ഇതിനൊരു ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഈ കളികൾ 4 കളികളിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ള സാധ്യത? ചെക്ക് റിപ്പബ്ലിക്, സൗത്ത് ആഫ്രിക്ക അത് തോൽക്കുന്ന ടീം മിക്കവാറും വീട്ടിൽ പോകേണ്ടി വരുന്നുള്ള സ്ഥിതിയാണ്. അത് കാണികൾക്ക് വലിയൊരു എന്താ പറയുക, ഒരു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കളിയാവാൻ വഴിയില്ല. വളരെ ഫിസിക്കലായിട്ടുള്ള 2 ടീംസാണ്. ചെക്ക് റിപ്പബ്ലിക് പ്രത്യേകിച്ചും കുറെ സെറ്റ് പീസിന് ലോങ് ത്രോവും കോർണർ കിക്കും അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള കളിക്കാരുണ്ട് അവർക്ക്. പാട്രിക് ഷിക്കായാലും തോമസ് സൂച്ചക്ക് അങ്ങനത്തെ ട്രേച്ച് കഴിഞ്ഞ കളിയിൽ അങ്ങനത്തെ കളിക്കാരൊക്കെ ഈ സെറ്റ് പീസിൽ ത്രൈവ് ചെയ്യണ കളിക്കാരാണ്. സൗത്ത് ആഫ്രിക്ക ആണെങ്കിൽ ആദ്യത്തെ കളി വളരെ മോശമായിരുന്നു. പക്ഷെ അവർ ഇതിലും നല്ല ടീമാണ്. അവർ നൈജീരിയ പുറത്താക്കിയിട്ട് വന്ന ടീമാണ്. അപ്പൊ അവർക്കാണെങ്കിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ള കുറെ കളിക്കാരുണ്ട്. അപ്പൊ ശരിക്കും ലോജിക്കലായിട്ട് ആലോചിച്ചാൽ കുറച്ചും കൂടി പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ടതാണ്. അത് നമ്മൾ ആദ്യത്തെ കളിയിൽ കാണാൻ പറ്റിയില്ല. പക്ഷെ ഈ കളിയിൽ അവർക്ക് ജയിക്കാതെ ഒരു നിർത്തിയില്ല. അപ്പൊ കുറച്ചും കൂടി ഫ്രീ ആയി കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു മികച്ച സൗത്ത് ആഫ്രിക്കൻ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. മെക്സിക്കോന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് എത്തും. ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പില് ടൈറ്റ് ആണ് കുറച്ച്. ഇപ്പൊ മെക്സിക്കോ കൊറിയയെ തോൽപ്പിച്ചാലും ഉറപ്പാണ്. പക്ഷെ കൊറിയ ഈ ഇങ്ങനത്തെ ടീമുകൾക്കെതിരെ വളരെ ഡേഞ്ചറസ്. പണ്ട് ജർമ്മനിയൊക്കെ ഒന്നും ആരും പ്രതീക്ഷിക്കാത്തപ്പോ ജർമ്മനിയൊക്കെ പോയി തോൽപ്പിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അവർക്കും വളരെ നന്നായി ഡിഫെൻഡ് ചെയ്യാൻ അറിയാം. കൗണ്ടർ അറ്റാക്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ടീമാണ്. പിന്നെ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കളിക്കാർ. ഇപ്പൊ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയുള്ള ഗോളൊക്കെ വേൾഡ് ക്ലാസ് ഫിനിഷസ് ആയിരുന്നു. അപ്പൊ അത് അങ്ങനെ ടെക്നിക്കൽ പ്ലേയേഴ്സും ഫാസ്റ്റ് പ്ലേയേഴ്സും ഉള്ളപ്പോൾ ഏത് ടീമിനെതിരെയും സാധ്യതയുണ്ട്. പക്ഷെ ആ ഹോം സപ്പോർട്ട് വെച്ചിട്ട് മെക്സിക്കോ ജയിക്കേണ്ടത്. പലപ്പോഴും ഈ കളികൾ നേരത്തെ ഒരു ഗോള് കിട്ടണം, അല്ലെങ്കിൽ ടെൻഷൻ കൂടി കളി തന്നെ മോശമാവാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഇനിയിപ്പം ഖത്തറിന്റെ സാധ്യത, ഖത്തറെന്ന് സമനില പിടിച്ചുകൊണ്ട് തന്നെ അതിന്റെ സാധ്യത എന്തായിരിക്കും എന്നുള്ള ഏഷ്യന്ന് പലരും ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതിനകത്തുള്ള മറ്റു 2 കളികളും കൂടി വിശകലനം ചെയ്താൽ എന്തായിരിക്കും? കാനഡ ഖത്തർ ടഫായിരിക്കും ഖത്തറിന്. എന്താ വെച്ചാൽ കാനഡ ആദ്യത്തെ കളി നന്നായി കളിച്ചു, ഫിനിഷിങ് ഇല്ലാത്തത് കാരണം ജയിക്കാതിരുന്നതാണ് ശരിക്കും. ഖത്തറാണെങ്കിൽ വലുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല അവരുടെ കളിയിൽ. ഒരു ഗോൾ അടിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പൊ
കുറച്ചും കൂടി നന്നായി കളിക്കേണ്ടി വരും. ഈ കാനഡ പോലത്തെ ടീമുകളെ അധികം റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പൊ അന്നൊക്കെ കാനഡ ബ്രസീലാന്നുള്ള പോലെയാണ് ഇവര് കളിച്ചത്, ബോസ്നിയ കളിച്ചത്. ശരിക്കും ബോസ്നിയക്ക് അതിൽ നല്ല കളിക്കാരുണ്ട്, അവരെ ഹേർട്ട് ചെയ്യാനുള്ള കളിക്കാരുണ്ടായിരുന്നു. പക്ഷെ അവര് വളരെ അൾട്രാ ഡിഫെൻസീവായിട്ട് അപ്രോച്ച് ചെയ്തത് കാരണം. അപ്പൊ ഖത്തർ ആയാലും ഇപ്പൊ അക്രം ആഫിഫ് അങ്ങനത്തെ കഴിവുള്ള ഏഷ്യയിലത്തെ മികച്ച കളിക്കാരുണ്ട് അവരുടെ അടുത്ത്. അപ്പൊ ആദ്യം തന്നെ കുറച്ചൊന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ഹോസ്റ്റ് നേഷൻ ആയതിന്റെ ഒരു പ്രഷറും കൂടി ഉണ്ട്. ആ ഗ്രൂപ്പാണെങ്കിൽ എല്ലാവർക്കും ഒരേ പോയിന്റാ, അപ്പൊ തുല്യ സാധ്യതകളാണ്. അപ്പൊ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ഖത്തർ ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കണം ആദ്യം തൊട്ട് തന്നെ. സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ആണെങ്കിൽ അത് ഈ യൂറോപ്യൻ ടീംസ് തമ്മിലുള്ള കളി അവർ കുറെ ക്യാൻസൽ ഔട്ട് ചെയ്യും പരസ്പരം. പക്ഷെ അതിൽ നല്ല ഓൾറൗണ്ട് ടീം സ്വിറ്റ്സർലൻഡ് ആണ്. കഴിഞ്ഞ മാച്ചിൽ എത്രയോ ചാൻസസ് ഉണ്ടായിരുന്നു, അത് പാഴാക്കി. എനിക്ക് തോന്നുന്നു കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. മാൻസാംബിയൊക്കെ മിക്കവാറും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ബോസ്നിയ ഒരു ഡേഞ്ചറസ് ടീമാണ്, അവർക്ക് ഒരു ചാൻസ് മതി. ഇതേപോലെ വളരെ ടെക്നിക്കലായിട്ടുള്ള സ്കിൽഫുൾ പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമാണ്. അവർ മിക്കവാറും ഡിഫെൻഡ് ചെയ്യാൻ തന്നെയാണ് വരിക സ്വിറ്റ്സർലൻഡിനെതിരെ. പക്ഷെ അവർക്ക് കൗണ്ടറിൽ ഗോൾ അടിക്കാൻ കഴിവുള്ള ടീമാണ്. സ്വിറ്റ്സർലൻഡ് ജയിക്കേണ്ടതാണ്, മറ്റേത് കാനഡയും ജയിക്കേണ്ടതാണ്. പക്ഷെ ആ ഗ്രൂപ്പ് അത്രയും ടൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. ഒരു റൗണ്ട് കളി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം ഇതിൽ നമ്മൾ സാധാരണ കളി കാണുന്ന, ഇപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് മാത്രം കളി കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് വെച്ചിട്ട് അവർ പറയും ഈ തവണ അർജന്റീന കപ്പടിക്കും അല്ലെങ്കിൽ ജർമ്മനി കപ്പടിക്കും എന്നൊക്കെയുള്ള രീതിയിലേക്ക്. പക്ഷെ നമുക്ക് ഇപ്പം ജർമ്മനി വിജയിച്ചതാണെങ്കിൽ 7 ഗോൾ അടിച്ചതും അർജന്റീന 3 എണ്ണം അടിച്ചതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ നടന്നതായിട്ട് തോന്നുകയില്ല. ആ രീതിയിൽ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ ഇതിനകത്ത് വെച്ച് പറയുകയാണെങ്കിൽ ദിലീപ് ഈ ഒരു അവസ്ഥ വെച്ചിട്ട് എന്തെങ്കിലും പ്രവചിക്കാൻ തയ്യാറുണ്ടോ? ഇതിലിപ്പോ ജർമ്മനി ജയിച്ചത് ഏറ്റവും കോമ്പറ്റീഷനിൽ ഏറ്റവും വീക്കായിട്ടുള്ളൊരു ടീമിനെതിരെ. കുർസാവ് 1.5 ലക്ഷം ആൾക്കാർ, പേര് കേട്ട കളിക്കാരും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ആ റിസൾട്ട് ഞാൻ അത്ര സീരിയസ് ആയിട്ട് നോക്കുന്നില്ല. അർജന്റീന ആണെങ്കിൽ 60 മിനിറ്റ് ഫുൾ സ്ട്രെങ്ത് അൾജീരിയ അല്ല കളിക്കുന്നത്. മാറസ് ഇല്ല, അമൂറ ഇല്ല, വേറെ ഏതോ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനും ബെഞ്ചില്, ഹുസം അവർ. ഇവരൊക്കെ അടുത്ത കളിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ ഇപ്പൊ കേൾക്കുന്നത്. അത് എനിക്ക് അങ്ങനത്തെ ടാക്ടിക്സിൽ വിശ്വാസമില്ല. പക്ഷെ അവർ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് അർജന്റീനക്കെതിരെ പോയിന്റ് എന്തായാലും കിട്ടാൻ പോകുന്നില്ല, അപ്പൊ മറ്റേ ടീംസിനെതിരെ ഫോക്കസ് ചെയ്യാൻ. അപ്പൊ അർജന്റീനയുടെ പെർഫോമൻസിന് ശരിക്കും വിലയിരുത്താൻ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ അവർ ഏറ്റവും നല്ല അൾജീരിയൻ ടീമിനെതിരെ അല്ല കളിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള 2 ടീം ഇംഗ്ലണ്ടും ഫ്രാൻസും ആണ്. ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ ശരിക്കും ക്രൊയേഷ്യ നന്നായി കളിച്ചു, എന്നിട്ട് പിന്നെ ഇംഗ്ലണ്ട് തിരിച്ചു വന്ന് 2-2 4-2 ജയിക്കുന്നു. ഫ്രാൻസ് വളരെ ടഫായിട്ടുള്ള ഒരു സെനഗൽ ടീമിനെതിരെ ഒരു മോശം ഫസ്റ്റ് ഹാഫിന് ശേഷം ശരിക്കും അവരുടെ ഗെയിം പ്ലാൻ തന്നെ മാറ്റി ഒളീസെ കുറച്ചും കൂടി സെൻട്രലായിട്ടൊക്കെ വന്ന് ഈ ഒളീസെ എംബാപ്പെ കോമ്പിനേഷൻ ശരിക്കും ഒരു ലോകകപ്പ് ജയിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. എന്നെയും ഏറ്റവും ഇംപ്രസ് ചെയ്തിട്ടുള്ള ടീം ഇതുവരെ ഫ്രാൻസ് ആണ്, പിന്നെ ഇംഗ്ലണ്ട്, അർജന്റീന, 2-3 ടീം.